ഒരു ചെറിയ പായ്ക്കപ്പലിൽ സമുദ്രത്തിലൂടെ ഉലകം ചുറ്റാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ നാവികസേനയിലെ 2 പെൺകുട്ടികൾ. അതിനെ നയിക്കുന്നത് ഒരു മലയാളിയും. നിങ്ങളറിഞ്ഞോ? ഹേമ കമ്മിറ്റിക്കും അർജുനും അൻവറിനും പിന്നാലെ നടക്കുന്ന മലയാള മാധ്യമങ്ങൾ നിങ്ങളെ ഇതൊന്നും അറിയിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യൻ നാവികസേനയിൽ 2 വനിതകൾ ഇന്നലെ ഒക്ടോബർ 2-ന് ഒരു പായ്ക്കപ്പലിൽ ഉലകം ചുറ്റാൻ ഇന്ത്യയിൽ നിന്ന് യാത്രയായിരിക്കുന്നു. 8 മാസം നീണ്ട ഈ സമുദ്രയാത്ര ചെയ്യുന്ന 2 പെൺകുട്ടികളിൽ ലീഡ് ചെയ്യുന്ന പെൺകുട്ടി മലയാളിയുമാണ്. കോഴിക്കോട്ടുകാരി ദിൽന. ഇന്ത്യൻ നേവിയുടെ ഒരു ദൗത്യമായ നാവികസാഗർ പരിക്രമയുടെ 2ാം യാത്രയാണിത്. 3 വർഷം നീണ്ട പരിശീലനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ശേഷമാണ് ഇന്നലെ ഗോവയിൽ നിന്ന് ഇവർ യാത്ര തുടങ്ങിയത്. എഞ്ചിനൊന്നും ഘടിപ്പിക്കാത്ത നേവിയുടെ താരിണി എന്ന ബോട്ടിൽ കാറ്റിനെ ആശ്രയിച്ച് മാത്രമാണ് ഇവർ കടലിലൂടെ 22,000 നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്ത് ഭൂമധ്യരേഖയെ 2 തവണ ക്രോസ് ചെയ്ത് 8 മാസങ്ങൾക്ക് ശേഷം തുടങ്ങിയ പോയിൻ്റായ ഗോവയിൽ തന്നെ തിരികെ എത്തേണ്ടത്. 17 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള താരിണി എന്ന ഇന്ത്യൻ നേവിയുടെ ഈ പായ്ക്കപ്പൽ ഗോവയിലെ യാർഡിലാണ് നിർമ്മിച്ചത്. പായ്ക്കപ്പലായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കാതെ 0 കാർബൺ എമിഷൻ യാത്രയാണ് ഇവർ ചെയ്യുന്നത്. ഭാരതത്തിൽ നിന്ന് ആദ്യമായാണ് 2 വനിതകൾ മാത്രമായി തനിച്ച് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് ഇത്തരമൊരു സാഹസിക യാത്ര സമുദ്രത്തിലൂടെ ചെയ്യുന്നത്. ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ നാരീശക്തി പ്രകടമാക്കുന്ന ഈ ദൗത്യത്തിൽ ഇവരുടെ മാനസിക ആരോഗ്യ കായിക ക്ഷമതകളാണ് പരീക്ഷിക്കപ്പെടുന്നത്. മുൻ ഭാരതീയ സൈനികനായിരുന്ന ദേവദാസൻ്റെ മകളാണ് കോഴിക്കോട്ടുകാരിയായ ലഫ്റ്റനൻറ്റ് കേണൽ ദിൽന. സംഘത്തിലുള്ള 2ാമത്തെ ആൾ പോണ്ടിച്ചേരി സ്വദേശിയായ ലഫ്റ്റനൻറ്റ് കേണൽ രൂപയും. രൂപയുടെ പിതാവ് അഴഗിരിസ്വാമിയും ഇന്ത്യൻ വായുസേനയുടെ ഭാഗമായിരുന്നു. അച്ഛൻ്റെ അതേ വഴിയിൽ സഞ്ചരിച്ച ദിൽന 2014 മുതൽ ഭാരതീയ നാവികസേനയുടെ ഭാഗമാണ്. രൂപ 2017 മുതലും. മുൻപ് 2017-ൽ ആദ്യ നാവികസാഗർ പരിക്രമയുടെ ഭാഗമായി 6 വനിതകൾ 21,000 നോട്ടിക്കൽ കിലോമീറ്റർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് ലോകം ചുറ്റി തിരികെ വന്നിരുന്നു. ആ 6 വനിതകൾ ഇവരാണ്: ലഫ്റ്റനൻറ്റ് കമാൻഡർ വർത്തിക ജോഷി, ലഫ്റ്റനൻറ്റ് കമാൻഡർ പ്രതിഭ ജാംവാൾ, ലഫ്റ്റനൻറ്റ് കമാൻഡർ ഐശ്വര്യ ബോഡപ്പട്ടി, ലഫ്റ്റനൻറ്റ് കമാൻഡർ സ്വാതി പി, ലഫ്റ്റനൻറ്റ് എസ് വിജയദേവി, ലഫ്റ്റനൻറ്റ് പായൽ ഗുപ്ത. ദൗത്യം പൂർത്തിയാക്കി 2018-ൽ ഇവർ തിരികെ എത്തുമ്പോൾ സ്വീകരിച്ചത് അന്നത്തെ ഭാരത പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമനായിരുന്നു. അന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞത്, ഇത് ഭാരതത്തിൻ്റെ വനിതകളുടെ മാത്രം നേട്ടമല്ല, അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല, പകരം ഇത് ഭാരതത്തിൻ്റെ യുവശക്തിയുടെ വിജയമാണ് എന്നാണ്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവരെ ക്ഷണിച്ച് സ്വീകരിച്ച് അഭിനന്ദിച്ചിരുന്നു. സ്ത്രീ ശാക്തീകരണം വിളിച്ചോതുന്ന ഈ സാഹസിക പരിശ്രമത്തിൻ്റെ പല നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കൂടുതൽ പെൺകുട്ടികളെ ഇന്ത്യയുടെ സേനയിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെയാണ്. ഈ 6 പേരുടെ സംഘത്തിൻ്റെ സാഹസിക യാത്ര പൂർത്തിയാക്കി വന്ന 2018-ന് ശേഷം മാത്രം പൊതുവെ വനിതകൾ ചേരാൻ താൽപ്പര്യക്കുറവ് കാണിക്കുന്ന ഭാരതത്തിൻ്റെ നാവികസേനയിൽ വനിതകളുടെ എണ്ണത്തിൽ 6% വർധനവാണ് ഉണ്ടായത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ വനിതകൾ എല്ലാ രംഗത്തും മുൻപന്തിയിലാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഈ സാഹസിക യാത്രയ്ക്കായി. ഒക്ടോബർ 2-ന് ഗോവയിൽ നിന്ന് തുടങ്ങി ഓസ്ട്രേലിയയിലെ കേപ്പ് ലെവിൻ, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലൂടെ തിരികെ ഗോവയിൽ 8 മാസങ്ങൾക്ക് ശേഷം സമുദ്രപരിക്രമണം പൂർത്തിയാക്കുന്ന യാത്രയിൽ ഈ 8 മാസവും അവർ കടലിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെല്ലാം അതിജീവിക്കേണ്ടത് ഈ 2 പേർ മാത്രമാണ്. യാത്രയുടെ പ്ലാനിങ്ങും കാറ്റിനെയും തിരമാലകളെയും വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ടുള്ള ബോട്ടിൻ്റെ നിയന്ത്രണവും ഒപ്പം ഇവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കലും എല്ലാം ഈ 2 വനിതകൾ മാത്രമാണ് കടലിൽ ചെയ്യേണ്ടത്. 2009-2010 കാലത്ത് സമുദ്രത്തിൽ പായ്ക്കപ്പലിലൂടെ ഉലകം ചുറ്റിയ ആദ്യത്തെ ഭാരതീയനായ ക്യാപ്റ്റൻ ദിലീപ് ഡോണ്ടയും 2021-ലെ സാഹസിക സമുദ്ര പര്യടനത്തിലൂടെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ മലയാളി കൂടിയായ അഭിലാഷ് ടോമിയുടെയും ഉപദേശം 3 വർഷത്തെ പരിശീലനത്തിനിടയിൽ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ വനിതാ ശക്തി വിളിച്ചോതുന്ന ഈ ദൗത്യം പൂർത്തിയാക്കി 8 മാസങ്ങൾക്ക് ശേഷം ഗോവയിൽ ഇവർ മടങ്ങിയെത്തുമ്പോൾ സ്വീകരിക്കാനെത്തുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്.